നീതിയുടെ എല്ലാ വാതിലും കുട്ടിയടക്കപ്പെട്ട മറുപടിയില്ലാത്ത മഹാമൗനങ്ങളിൽ പരാജയപ്പെട്ടൊരു സഹന മാതാവ് ഒരു വയോധിക പറഞ്ഞതാണ്, പോരാടി മടുത്തു, ഒരുപാട് കരഞ്ഞു, ജീവിത സായനത്തിൽ ഇനി ഒന്നിനും വയ്യെന്നും കഴിയുമെങ്കിൽ അനന്യയുടെ അസ്ഥികൂടമെങ്കിലും താ, ഞാൻ പെറ്റ കുഞ്ഞിന് ബലിച്ചോറെങ്കിലും വെച്ചു കൊടുത്തോട്ടെ സാറന്മാരെ എന്ന് വിലപിച്ച അമ്മയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മഞ്ജുനാഥ് ഇന്നൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ട്. അതിസങ്കീർണമായ ഏതെങ്കിലും വ്യവഹാര ഭാഷയല്ല, ഒറ്റവരി വാർത്താക്കുറിപ്പാണ്. സത്യമേവ ജയതേ, ഗോഡ് ഈസ് ഗ്രേറ്റ്. രണ്ട് വാചകം. 1000 വാക്കുകളെക്കാൾ മാരക പ്രഹരശേഷിയുള്ള ദൈവസ്തുതിയാണ്. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവെച്ചാലും ഞാൻ താഴെയിറക്കും എന്ന ബൈബിൾ വാചകം. ഉപദ്യാവ് 1-ാം അധ്യായം 4-ാം വാക്യം സത്യം. ധർമ്മസ്ഥലയിൽ ഇപ്പോഴും അജ്ഞാതനായ ഒരു അധർമ്മരാജാവും അവന്റെ ഒരു ഈവിൾ ക്യാബിനറ്റും ഡി കമ്പനി കൂലിപ്പട്ടാളവും ചേർന്ന് ഒരു അടക്കിവാഴും അധോ സാമ്രാജ്യത്തിന് അടിക്കൽ വിറക്കുന്ന കുഴിക്കലാണ് SIT. ജനാധിപത്യത്തിന്റെ 4-ാം തൂണെന്ന സങ്കല്പത്തെ തുണിയുരിച്ച് നാണം കെടുത്ത കർണാടക മാധ്യമങ്ങളുടെ, ഹിന്ദി മാധ്യമങ്ങളുടെ വൃത്തികെട്ട മൗനത്തിനിടയിലും മരിക്കാതെ പുറത്തു വന്ന വാർത്തകളുടെ വാമൂടാൻ ഗാഗ് ഓർഡർ നേടിയെടുത്തെങ്കിലും കുഴിമാടങ്ങളിലെ കബന്ധങ്ങൾ, അസ്ഥികൂടങ്ങൾ പറഞ്ഞു തുടങ്ങലാണ് ധർമ്മസ്ഥലയിലെ അധർമ്മ സത്യങ്ങൾ. നാടുവാഴും തമ്പ്രാൻകൂട്ടം ഏതിനും പോകുന്ന വൻശക്തികളെന്ന തിരിച്ചറിവിലും വൈകിയാണെങ്കിലും കുഴിമാടങ്ങളിലെ പതിറ്റാണ്ടുകളുടെ ചോരകനച്ച സത്യങ്ങൾ തോണ്ടിപ്പുറത്തിടാൻ ബലവത്തായ SIT രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ സാക്ഷ്യം ആ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കുള്ളത് വാഴപ്പിണ്ടിയല്ല, നട്ടല്ലാണ്. വിശ്വാസികളുടെ പുണ്യഭൂമിയെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു പേടിപ്പാട വലിച്ചു മാറ്റുന്നതിൽ സർക്കാരിന് ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായാൽ ചൂണ്ടിക്കാണിക്കേണ്ട പ്രതിപക്ഷം ധർമ്മസ്ഥലയിലെ മാഫിയ കോക്കസിന്റെ വക്താക്കളാവുന്നോ എന്നാരെങ്കിലും സംശയിച്ചാൽ പഴിക്കാവതാണോ? നിന്നെയും നിന്റെ കുടുംബത്തെയും പച്ചയ്ക്ക് തീർക്കുമെന്ന മേലാവലെ വിരട്ടിൽ ഒരു പെൺകുട്ടിയെ, ഒരു കൊച്ചു പെൺകുട്ടിയെ സ്കൂൾ ബാഗ് അടക്കം കുഴിച്ചുമൂടിയ മൊഴിയടക്കം കോടതിയിൽ വന്നിട്ടും ആ പരാതിക്കാരനൊരു മുസ്ലിമാണ്, ഗൂഢാലോചന കേരളത്തിലാണ് എന്നൊക്കെ വ്യാജങ്ങൾ, വൈകൃത വാക്കുകൾ, വർഗീയ വലാപത്തിന് ചാലുവെട്ടാനുള്ള പാതകം പറയുന്നത് ഏതെങ്കിലും ഹനുമാൻ സേന മോഡൽ ഫ്രിഞ്ച് ഗ്രൂപ്പ് അല്ല, ഡൂക്കിൽ നേതാക്കളല്ല, BJPയുടെ പ്രധാന നേതാവാണ് കർണാടക LOPR അശോക. പരാതിയും തെളിവുകളും സത്യമെങ്കിൽ ചാവുനിലത്തിൽ നാളെയടക്കം കാത്തിരിക്കേണ്ടത് അസ്ഥികളുടെ കൊയ്ത്തുകാലമാണ്. ആ മാതാപിതാക്കൾക്ക് മുന്നിൽ മുറിവുകൾ നിറഞ്ഞ് വിവസ്ത്രയായി മരവിച്ചു കിടന്ന 17-കാരി സൗജന്യയും ബാത്റൂമിലിട്ട് കരിച്ചുവന്ന വേദവല്ലിയും നേത്രാവതിയിൽ ചീർത്തുപൊങ്ങിയ പത്മനതിയും ഒക്കെ ക്ഷേത്രവിശ്വാസികളാണ്, ഭക്തരാണ്. അവിടെ നായാടും മട്ടിൽ പിടിച്ചഴിക്കുള്ളിലാക്കിയ സാധു സ്ത്രീകളെ മാവബന്ധം അന്വേഷിക്കണം എന്നൊക്കെ അങ്ങ് വിഷവാണിയാണെങ്കിലും ആ ഹൈന്ദവ സഹോദരിമാരുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് കമാന്ന് മിണ്ടാൻ നാവ് പൊങ്ങാത്ത വാക്കുവിലങ്ങിയ വെറുപ്പിന്റെ ശക്തികളെ വാഴട്ടെ നിങ്ങളുടെ മുടിഞ്ഞ വ്യാജങ്ങൾ, അക്രമാസക്ത ആക്രോശങ്ങൾ, കന്യാസ്ത്രീ വേട്ട. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മൂന്നാം ദിവസത്തിൽ സ്പോട്ട് നമ്പർ 6 എത്തി നിൽക്കുമ്പോഴാണ് അസ്ഥികൂടത്തിന്റെ ചില ഭാഗങ്ങൾ ലഭിച്ചത്. ജയസൂര്യൻ, ശ്രീ വിനോദ് മേക്കോത്ത്, ശ്രീ ജോർജ് ജോസഫ്, ദിനുവയിൽ, മിഥുൻ വിജയകുമാർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇക്കാലം അത്രയും അത് പരാതികൾ, അത് ആരോപണങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നലെയും ഈ പരാതിക്കാരൻ, ഈ ചൂണ്ടിക്കാട്ട് ഭീമ എന്ന് വിളിപ്പേരിട്ട പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ തെളിവ് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇന്നായിരുന്നു പ്രധാനപ്പെട്ട തെളിവുകൾ പ്രതീക്ഷിക്കപ്പെട്ടത്. സ്പോട്ട് 5ഉം 6ഉം 7ഉം. 6-ാം സ്പോട്ടിൽ ഒരു അസ്ഥികൂടമാണോ എന്ന് ഇപ്പോഴും സംശയമുണ്ട്. സ്കാറ്റേർഡ് സ്കെൽട്ടൺ എന്നാണ് പറയുന്നത്. പല അസ്ഥികൂടങ്ങളുണ്ടെന്ന സംശയമുണ്ട്. അപ്പോൾ ഇത് കേവലം ആരോപണങ്ങൾക്കപ്പുറം അതിൽ സത്യങ്ങളുണ്ട് എന്ന് നാടിന് ബോധ്യപ്പെട്ടൊരു ദിവസമാണോ ഇന്ന്, ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും. ആദ്യത്തെ നമുക്കറിയാം 13 സൈറ്റുകളാണ് താൽക്കാലികമായി അവർ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ 5 സൈറ്റുകൾ അവർ നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല. അതൊക്കെ നേത്രാവതി പുഴയുടെ സ്നാനഘട്ടിലാണ് ആ 5 സൈറ്റുകൾ. അവിടെ വെള്ളം കയറി ഇറങ്ങും, അവിടുന്ന് ഡെഡ് ബോഡി ചിലപ്പം കൊണ്ടുപോകും. ഇപ്പം 1998 മുതൽ 2014 വരെ 15 വർഷത്തെ കാര്യമാണ് ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2015 ശേഷം 2025ആയി, 2014 കഴിഞ്ഞപ്പോൾ 2025ആയി. എങ്ങനെ പോയാലും അദ്ദേഹം പറയുന്ന സ്ഥലത്തെ ഡെഡ് ബോഡിക്ക് തീർച്ചയായിട്ടും ഒരു 15-16 വർഷത്തെ പഴക്കമുണ്ട്. 16 വർഷം കൊണ്ട് അതിൻ്റെ അസ്ഥികൾ വരെ മെൽറ്റ് ചെയ്ത്, കാരണം അവിടുത്തെ കാലാവസ്ഥയും മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് അസ്ഥികളും ചിലപ്പം പൊടിഞ്ഞു പോകാം. കാരണം 2014 ശേഷം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. 2014 വരെയുള്ള മാർഡറാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനുശേഷം 11 വർഷം കഴിഞ്ഞു. ഏതായാലും ആദ്യത്തെ 5 സ്ഥലത്തെ ആ നേത്രാവതി സ്നാനഘട്ടിനോട് ചേർന്നുള്ള സ്ഥലം കുഴിക്കുമ്പോൾ അവിടെ വെള്ളം നിറഞ്ഞ് അങ്ങനെ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആ ടീം അത് മുന്നോട്ട് പോയി.
ആറാമത്തെ സ്ഥലത്ത് വന്നപ്പോഴാണ് ഒരു അസ്ഥികൂടം അത് പുരുഷൻ്റെ ആണെന്ന് പറഞ്ഞു. ഫോറൻസിക് അത് അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. മനുഷ്യൻ്റെ സ്കെൽട്ടനാണ്, അത് പുരുഷൻ്റേതാണ്. പക്ഷേ അവിടെ സ്കാറ്റർ ചെയ്ത് അവിടെ ചെതറി കുറച്ച് അസ്ഥി കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നിച്ച് മാസമായിട്ട് കുഴിച്ചിട്ട സ്ഥലവും നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ ആ ശുചീകരണ തൊഴിലാളി പറഞ്ഞു 2 അടി താഴ്ച വന്നപ്പം തന്നെ അസ്ഥികൂടം കിട്ടിയിരിക്കുന്നു. കാരണം അത് വലിയ കുറേ അധികം ആൾക്കാരെ കുഴിച്ചിട്ടാകാനുള്ള ഏറ്റവും സാധ്യത. ഈ പുരുഷൻ്റേതല്ല മറ്റസ്ഥി. 15 അസ്ഥികൂടങ്ങൾ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരെണ്ണം അതിന് ഒരു പൊട്ടലുണ്ട്. അതൊരു അടിയാണെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു അടിച്ചു കൊന്നതാണ്. അതാണ് ആ പൊട്ടലിൻ്റെ എടുത്ത് പറയുന്നുണ്ട്. ഒരസ്ഥി അങ്ങനെ നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരസ്ഥിയും പൊട്ടൂല. പക്ഷേ പൊട്ടിയൊരു അസ്ഥി ഉണ്ടെന്നെങ്കിൽ കുഴിച്ചിട്ട സമയത്ത് ആ കാലിൻ്റെ പൊട്ടലാണ്, അടിയാണ്, അങ്ങനെ ഉണ്ടായതാണെന്ന് പറയാം. അതെവിടാണ്, ഏത് അസ്ഥി നമുക്ക് ഇതുവരെ കൃത്യതയില്ല. എങ്കിലും ആ അസ്ഥി പൊട്ടിയിരിക്കുന്നപ്പം അതൊരു അടി തന്നെയാണ്, അതിന് യാതൊരു സംഭവം. അപ്പോൾ അതൊരു മർഡറാണെന്ന് ഇപ്പം തന്നെ നമുക്കറിയാം. അതേസമയത്ത് ആദ്യത്തെ സൈറ്റ് അവർ കുഴിച്ചു നോക്കിയപ്പം അവിടെ ഒരു 1-2 ചെറിയ ഐറ്റങ്ങൾ കിട്ടി. ഒരു കാർഡ് കിട്ടി, ഒരു ATM കാർഡ് കിട്ടി. അതുപോലെ 1-2 അത് ഈ അടുത്ത കാലത്ത് മരിച്ച ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ വന്നൊരു വാർത്ത അവിടെ ഒരു ബ്ലൗസിൻ്റെ തുണിയുടെ കഷ്ണം കൂടെ കിട്ടിയെന്ന്. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പം നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതിനകത്ത് നമുക്ക് സത്യം കണ്ടെത്താൻ ഇനിയും ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇപ്പം നോക്കുന്ന 10 സൈറ്റ് ഏകദേശം ആ നേത്രാവതി പുഴയുടെ തീരങ്ങളായതുകൊണ്ട് അവിടെ നിന്ന് എവിഡൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 485 സ്ഥലങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 485 പേരെ കുഴിച്ചിട്ട സ്ഥലങ്ങൾ. ഇപ്പം 13 സൈറ്റുകൾ മാത്രമേ അവരത് ഇപ്പം നോക്കുന്നുള്ളൂ. ഇനി എത്രയോ കിടക്കുന്നു. ഇപ്പം തന്നെ ആ നോക്കിയ സ്ഥലത്ത് അവിടെ തീർച്ചയായിട്ടും ഒരു ഇൻക്വസ്റ്റ് എഴുതി ഉണ്ടാകണം. അത് ഇന്ന് എഴുതിയോ നമുക്കറിയാം. ഒരു ഇൻക്വസ്റ്റ് വേണം ആ അസ്ഥിക്ക്. അപ്പോൾ അതിനൊരു FIR എടുത്തിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഒരു പുതിയ FIR വേണം. ആ FIR അനുസരിച്ച് അവിടെ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. അസ്ഥികൂടമാണ് മനുഷ്യൻ്റെ. അതിനുശേഷം അത് ഫോറൻസിക്കിലോട്ട് പോകണം, പോസ്റ്റ്മോർട്ടം നടത്തണം. അതിനകത്ത് മരണകാരണം കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ അസ്ഥികൂടം പൊട്ടിയിരിക്കുന്നത് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒപ്പീനിയൻ പറയും. അത് ഏത് ഭാഗത്തെ അസ്ഥിയാണ്, വൈറ്റലായ ഏരിയ ആണെന്നെങ്കിൽ അതൊരു മർഡറാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതൊരു പുരുഷൻ്റെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നേരത്തെ പറഞ്ഞിരിക്കുന്ന കുട്ടികളെയും പെൺകുട്ടികളെയും മൈനറായ കുട്ടികളെയും പ്രായമായ സ്ത്രീകളെയൊക്കെ ഇതുപോലെ അവർ ഉപദ്രവിച്ച് റേപ്പ് ചെയ്ത് കൊന്ന് കുഴിച്ചു മുടിയുന്നവരാണ്. ഇനി ആ ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന മെയിൻ റോഡിൻ്റെ അടുത്ത് 3-4 സ്ഥലം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ 13 സൈറ്റ് നമ്മൾ ഇതുപോലെ ഡെഡ് ബോഡി കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ വളരെയധികം ടീം വേണ്ടി വരും. അത് ഒരു 1-2 ആഴ്ചയെങ്കിലും വേണ്ടി വരും ഈ 13 സൈറ്റിൽ. ഇനി ഡെഡ് ബോഡി 3-4 കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ വർക്കാണ്. അപ്പം 485 സ്ഥലങ്ങൾ എങ്ങനെ നമ്മൾ എത്തുമെന്നാണ് ഞാൻ പേടിച്ചിരിക്കുന്നത്. സങ്കീർണതയാണ്. 100% ശരിയാണ്. ഈ പറഞ്ഞ കുറേ വർഷങ്ങൾ പഴകിയതാണ്, സങ്കീർണം തന്നെയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ജോർജ് ജോസഫ്, CS ജയസൂര്യനിലേക്ക് വരും മുമ്പ് ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. R അശോകയുടെ പ്രതികരണം ഒന്ന് പ്ലേ ചെയ്യാവോ? ಒಬ್ಬ ಮುಸ್ಲಿಮು, ಇದಕ್ಕೆ ಫುಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡು ಕೇರಳ ಸರ್ಕಾರ, ಅವ್ರಿಗೇನು ಸಂಬಂಧ ಇದೆ? ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ, ಕೊಲೆಗಳಾಗಿದೆ. ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ. ಈಗಾಗಲೇ ಧರ್ಮಸ್ಥಳದವರು ಸ್ವಾಗತ ಮಾಡಿದ್ದಾರೆ. ജസ്റ്റിസ് അവിടുത്തെ BJPയുടെ പ്രധാന നേതാവാണ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് R അശോക. അദ്ദേഹം പറയുന്നത് പരാതിക്കാരൻ ഒരു മുസ്ലിമാണ് എന്ന് പറയുകയാണ്. പച്ചക്കള്ളമാണ്. പരാതിക്കാരൻ ഒന്നാമത്തെ കാര്യം മുസ്ലിമല്ല. കേരളത്തിൽ ഗൂഢാലോചന എന്ന് പറയുകയാണ്. പച്ചക്കള്ളമാണ്. കേരളത്തിൽ ഒരു ഗൂഢാലോചനയും ഇല്ല. CS ജയസൂര്യൻ, ഇവിടെ ഒരു ദീർഘനാളായി തുടരുന്ന ആരോപണങ്ങൾ, അതിലൊരു പരാതിക്കാരൻ രംഗത്ത് വരുന്നു. പരാതിക്കാരൻ തെളിവുകൾ അടങ്ങുന്ന തലയോട്ടിയുമായി കോടതിയിലേക്ക് പോകുന്നു. കോടതിയിലടക്കം മൊഴി പറയുന്നു. കോടതി ആ മൊഴി രേഖപ്പെടുത്തി പോലീസിനോട് പറയുന്നു. SIT ഉണ്ടാക്കുന്നു, അന്വേഷണം ഉണ്ടാകുന്നു. അതിൽ എന്തിനാണ് അവിടുത്തെ BJPക്ക് ഒരു പ്രശ്നം? CS ജയസൂര്യൻ, BJPക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല, ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് BJP അവിടെ സമരമുഖത്താണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സമരരംഗത്ത് BJP വന്നിട്ടുണ്ട്. BJP ഇപ്പോഴും ഈ അന്വേഷണത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. SIT അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, ആരാണ് കുറ്റക്കാർ എന്ന് കണ്ടുപിടിക്കട്ടെ. ഇതാണ് BJPയുടെ നിലപാട്. ആ കാര്യത്തിൽ BJPയുടെ നേതൃത്വം കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കുറ്റവാളികൾ ആരാണേലും കണ്ടുപിടിക്കണം, അന്വേഷണം കൃത്യമായി നടക്കണം. അന്വേഷണത്തിന് എല്ലാവിധ പിന്തുണയും BJP അവിടെ നൽകിയിട്ടുണ്ട്.
അതിന് BJPക്ക് യാതൊരു ചാഞ്ചല്യവും ഉണ്ടാവേണ്ട കാര്യമില്ല. അല്ല, അശോക അവിടുത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ. അവിടുത്തെ തലപ്പൊക്കമുള്ള നേതാവാണ്. അത് പറയാൻ കാരണം എന്താണ്? അവിടുത്തെ സഭയിലെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കേണ്ട നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. അശോക പറയുന്നത് പരാതിക്കാരൻ മുസ്ലിമാണെന്നാണ്. എന്തിനാണ് ആ ഒരു വ്യാജം പച്ച നുണ പറയുന്നത് അവിടുത്തെ BJP നേതാവ്, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്? അതിനെക്കുറിച്ചും അന്വേഷിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് വ്യാജമാണോ, അത് പച്ച നുണയാണോ, അന്വേഷിക്കട്ടെ. അശോക പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അശോക പറഞ്ഞ ഒരു വാചകമാണല്ലോ ഇപ്പോൾ താങ്കൾ എടുത്തു പറഞ്ഞത്. അതും അന്വേഷിക്കട്ടെ. BJPയെ സംബന്ധിച്ച് ആ കാര്യത്തിലും യാതൊരു സംശയമില്ല. അശോക എന്തിനു നുണ പറഞ്ഞു, അന്വേഷണ പരിധിയിൽ കൊണ്ടുവരട്ടെ. അല്ല ജയസൂര്യ, അങ്ങനെയല്ല. അല്ല, ഞാൻ പറഞ്ഞത് പരാതിക്കാരൻ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രൈസ്തവനാണോ എന്ന കാര്യം അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം എന്താണ്? ഒരു പരാതിക്കാരൻ മുന്നോട്ട് വരുന്നു, അദ്ദേഹം ശുചീകരണ തൊഴിലാളിയാണ്, അദ്ദേഹം ഒരു ദളിതനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അദ്ദേഹം പറയുന്നു ഇത്ര കാലത്തിനുള്ളിൽ ഇത്ര കാലം വരെ എന്നെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു, എന്താണ് ഇന്ന സ്ത്രീ ശരീരങ്ങളടക്കം എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കുഴിച്ചിട്ടു, എനിക്ക് കൃത്യമായി ഇന്ന സ്ഥലങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയും, എൻ്റെ കയ്യിൽ ഈ ബാഗിൽ തലയോട്ടിയാണ് അതിനുള്ള പ്രാഥമിക തെളിവ്, നിങ്ങളിത് പരിശോധിക്കൂ, എന്നെ നുണപരിശോധന നടത്തൂ എന്ന് പറഞ്ഞ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ എന്തിനാണെന്ന് കേരളത്തിൽ ഗൂഢാലോചന എന്ന വ്യാജമുഹൂർത്തെ BJP നേതാവ് പറയുന്നത്. CS ജയസൂര്യൻ, മനസ്സിലാവുന്നില്ല BJPയുടെ താല്പര്യം എന്താണെന്ന്. ഞാൻ പറയുന്നു, ആ BJPയുടെ താല്പര്യത്തിൽ സംശയമുണ്ടെങ്കിൽ, അശോകയിൽ സംശയമുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ. അശോകയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കട്ടെ. അപ്പോൾ സത്യം പുറത്തു വരുമല്ലോ. ആ കാര്യത്തിൽ BJP SITയോട് സഹകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഏത് കാര്യവും അന്വേഷിക്കാം. അശോകയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കാം. അന്വേഷണം നടക്കട്ടെ. അത് പക്ഷേ ഒരു ഒഴുക്ക മറുപടിയെ പോലെ ജയസൂര്യൻ, അവിടുത്തെ നേതാവ് അന്വേഷണം അസാധ്യമെന്ന് കരുതിയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന അധോശക്തികൾ ഒരു കാലത്തും സാധ്യമാവില്ലെന്ന് കരുതി അന്വേഷണം എന്തോ ഒരു അത്ഭുതത്തിൽ സാധ്യമാവുകയാണ്. എന്തോ ഒരു അത്ഭുതത്തിൽ എന്നേ പറയാൻ കഴിയുകയുള്ളൂ. എന്തോ ഒരു അത്ഭുതത്തിൽ നേരത്തെ ഈ സുജാതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മഞ്ജുനാഥ് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ഏതോ കാരുണ്യത്തിൽ അന്വേഷണം സാധ്യമാവുകയാണ്. അത് സാധ്യമാകുമ്പോഴേക്കും ആ അന്വേഷണത്തിൻ്റെ കൂമ്പടയ്ക്കണം എന്ന താല്പര്യമാണ് അശോകയ്ക്ക്. എന്തിനാണെന്ന് BJP കൂടി അന്വേഷിക്കണം ശ്രീ ജയസൂര്യൻ. അല്ലെന്നേ, അങ്ങനെ കൂമ്പടയ്ക്കണമെന്നുള്ള താല്പര്യമൊന്നും BJPക്കില്ല. BJPയുടെ എല്ലാ നേതാക്കളും, യെദ്യൂരപ്പയടക്കം അശോകയടക്കം എല്ലാവരും ഈ അന്വേഷണത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്, പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം നടക്കണം എന്ന് തന്നെയാണ് താല്പര്യം. അതിൽ അശോകയെന്നോ യെദ്യൂരപ്പയെന്നോ ആര് തന്നെ ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥയും അന്വേഷിച്ചോട്ടെ. അവരെന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ളതും അന്വേഷിച്ചോട്ടെ. എല്ലാം അന്വേഷണ പരിധിയിൽ വരട്ടെ. സത്യം പുറത്തു വരട്ടെ. സത്യം പുറത്തു വന്നേ മതിയാവുകയുള്ളൂ. കാര്യം ഇത്ര 485 മൃതദേഹങ്ങളുടെ കാര്യം ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി തന്നെ പറയുന്നുണ്ട്. അതിന് മുമ്പുണ്ട്, അതിന് ശേഷവും തിരോധാനങ്ങളുണ്ട്, ഏറ്റവും ഒടുവിലും വരുന്നുണ്ട്. ഈ പറയുന്ന പുറത്തു പറയാൻ ഭയം തീരുന്നവർ വരുന്നുണ്ട്. ശ്രീ വിനോദ് മേക്കോത്ത്, നിങ്ങൾ ഇതിന് പിന്നാലെയാണെന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ വിനോദം നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല, ഈ പറഞ്ഞ ശുചീകരണ തൊഴിലാളിക്ക് മനോനില തെറ്റിയ എന്ന് പറഞ്ഞവരുണ്ട്, നിങ്ങൾക്കടക്കം ഇത് ഭ്രാന്താണെന്ന് പറഞ്ഞവരുണ്ട്, ഇതേതോ യക്ഷിക്കഥ കൊണ്ടുവരാമെന്ന് പറഞ്ഞവരുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ അവിടുത്തെ BJPയുടെ പ്രതിപക്ഷ നേതാവ് പറയുന്ന മട്ടിൽ കേരളത്തിൽ ഗൂഢാലോചനയാണ്, ഏതോ പരാതിക്കാരൻ മുസ്ലിമാണെന്ന് കള്ളം പറഞ്ഞവരുണ്ട്. അതിൻ്റെ ഒടുവിൽ ഈ ദിവസം ഈ കേസിൽ ഏറ്റവും സുപ്രധാനമാണ് ശ്രീ വിനോദ് മേക്കോത്ത്. തീർച്ചയായും ഈ കേസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ക്രൈം ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു അധ്യായമാണ് ഇന്ന് നമ്മുടെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന കേസിൽ ഈ അസ്ഥികൂടവും അതുപോലെ തന്നെ തലയോട്ടിയും ഒക്കെ കണ്ടെത്തിയ നടപടിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു കെട്ടുകഥയാണ്, ഇത് ഒരു യക്ഷിക്കഥയാണ് എന്നൊക്കെ പറഞ്ഞവരിന്ന് എവിടെ? ഞാൻ അവരെ കുറ്റം പറയുകയല്ല. കാരണം ഇത്തരത്തിലൊരു കഥ നമ്മളാരും മുമ്പ് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് അവരിപ്പോഴും കഥയുടെ ലോകത്ത് അഭിരമിക്കുന്നവരായി മാറിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തെ സുപ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള DGPയുടെ തലത്തിലുള്ള ഒരു SIT രൂപീകരിക്കുകയും 17 മണിക്കൂർ നേരം അയാളുമായി ഈ പറയുന്ന വെളിപ്പെടുത്തിയ സാക്ഷിയുമായി പിന്നെ കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി സംസാരിക്കുകയും വിവരശേഖരണം നടത്തുകയും ഒക്കെ ചെയ്തിട്ട് 1000-ഓളം ഉദ്യോഗസ്ഥരെ, വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന 1000-ഓളം ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് വേണ്ടി ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തിട്ട് പോലും ആ അന്വേഷണത്തെ ആ അർത്ഥത്തിൽ
നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് 18, അതായത് നമ്മുടെ 24 ന്യൂസ് ഉൾപ്പെടെ 2 മാധ്യമങ്ങളാണ് എനിക്ക് എടുത്തു പറയാൻ കഴിയും. അതിൽ 24 ന്യൂസ് എന്ന് പറയുന്നത് ശ്രദ്ധേയമായി ഈ വിഷയത്തെ സംബന്ധിച്ച് നിരന്തരമായി ചർച്ചകൾ സംഘടിപ്പിക്കുന്ന, ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി എടുത്തിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള നിലയിൽ പറയാൻ കഴിയും. പക്ഷേ മറ്റു ചാനലുകളൊക്കെയുണ്ട്. ഈ ഗാഗ് ഉത്തരവ് പ്രകാരം 12,000-ലധികം കണ്ടന്റുകൾ തമസ്കരിക്കപ്പെട്ട ഒരു വിഷയമാണിത്. മാധ്യമ ലോകത്തുണ്ടായിട്ടുള്ള മാധ്യമങ്ങളോടുള്ള അനീതിക്കെതിരെ പൊരുതാൻ പോലും ഈ നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ പല മാധ്യമങ്ങളും മുന്നോട്ട് വന്നിട്ടില്ല. ഒന്ന്, ഞാൻ സല്യൂട്ട് ചെയ്യുന്നത് ഈ SIT ആണ്. അഷ്മി ഒരു ചർച്ചയുടെ ഇടയിൽ ചോദിച്ചിരുന്നു, വിനോദിന് എന്താണ് ഇത്ര ശുഭാപ്തി വിശ്വാസം? താങ്കളുടെ ശുഭാപ്തി വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു, അത് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തിരുന്നു. അഷ്മി ഇന്നത് സത്യമായിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഒരു പോയിന്റ് 6-ൽ നിന്ന് ഒരു തലയോട്ടിയും ഒരു അസ്ഥികൂടവും കണ്ടെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ചാനലിൽ വന്ന് ഉത്തരവാദിത്വത്തോടു കൂടി അതിൽ കൂടുതലുണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതിൽ കൂടുതൽ ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ അതല്ലാത്ത ഉരുപ്പടികളും മൃതദേഹവുമായി ബന്ധപ്പെട്ട് പാൻ കാർഡ് ഉൾപ്പെടെ ATM കാർഡ് ഉൾപ്പെടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് സാക്ഷി ഭീം വെളിപ്പെടുത്തിയ ഈ വെളിപ്പെടുത്തൽ, അതിനെ സംബന്ധിച്ച് രൂപീകരിച്ച SIT അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അതിന് പിറകിൽ സഞ്ചരിക്കുന്ന അഭിഭാഷക സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും ഭീകരമായ, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു ക്രൈം സ്റ്റോറിയുടെ ആദ്യത്തെ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ടാണ് വിനോദ് മേക്കോത്ത് അതിശക്തമായ SIT ഉണ്ടാവുന്നത്. ആ ഡിപ്ലോയ്മെന്റ് ഒക്കെ ഒരു പൊളിറ്റിക്കൽ വില്ലില്ല, നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ സിദ്ധരാമയ്യ കയ്യടി അർഹിക്കുന്നുണ്ട് വൈകിയാണെങ്കിലും. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഈ വാർത്തകളുടെ, തെളിവുകളുടെ അല്ലെങ്കിൽ മൊഴികളുടെ ഭീകരാവസ്ഥ പുറത്തു വരുമ്പോഴും കമാന്ന് മിണ്ടാതിരുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവിടുത്തെ കോൺഗ്രസ് അടക്കം അങ്ങനെയാണ്. സിദ്ധരാമയ്യ മാറ്റി നിർത്തിയാലും അവിടുത്തെ കോൺഗ്രസും അവിടുത്തെ BJP മിണ്ടിയിട്ടില്ല. പക്ഷെ അന്വേഷണം സാധ്യമാകുന്നു എന്ന് വന്നപ്പോഴേക്കും അവിടുത്തെ പ്രതിപക്ഷത പറഞ്ഞു കേട്ടോ. അവിടുത്തെ പ്രതിപക്ഷത പറയുന്നത് കേട്ടായിരുന്നോ? അപ്പൊ എന്ന് പറഞ്ഞാൽ വിനോദ് മേക്കോത്ത് സുഗമമല്ല ഇപ്പോഴും മുന്നോട്ടുള്ള കാര്യങ്ങൾ. അതെ, അല്ല, എക്സ്യൂം ആരംഭിച്ച് 1ാമത്തെ ദിവസമാണ് BJPയുടെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നത്. ഇത്തരത്തിൽ കേരളത്തെ പ്രതിചേർത്തുകൊണ്ട് കേരളത്തിൽ നിന്നൊരു ഗൂഢാലോചന, അത് തന്നെ ഒരു മതപരമായ പരിവേഷം ചാർത്തിക്കൊണ്ട് ഈ വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ നടത്തിയ ഹീനമായ ശ്രമമാണ്. ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആരാധകർ, ആയിരക്കണക്കിന് ഭക്തർ അവിടെ ചെല്ലുന്ന പുണ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ഷെയ്ഡ് വന്നാൽ, ഇത്തരത്തിലൊരു കരിനിഴൽ വ്യാപിച്ചാൽ അത് മാറ്റിക്കളയേണ്ടത് വിശ്വാസി സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഇവിടെ പലരും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു വരാനുള്ള കുറുക്കുവഴിയായി മാത്രം മതത്തെയും അത് സംബന്ധിച്ച വർഗീയതയെയും ഉപയോഗിക്കുന്ന ആളുകൾ ഈ വിഷയം രംഗത്ത് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീരാമസേനയും ഇതിനെതിരായി SITയുടെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുന്ന രീതിയിൽ രംഗത്തിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ 1ാം ദിവസവും 2ാം ദിവസവും ഒന്നും വന്നില്ലല്ലോ. ഇത് ഒരു ഫേക്ക് ആയിട്ടുള്ള കേസാണ്. ഇത് ഒരാളുടെ മനോവിഭ്രാന്തിയുടെ പ്രതിഫലനമാണ്, അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഇന്ന് എവിടെ? ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനിരിക്കുന്നു നിരവധിയായിട്ടുള്ള തെളിവുകൾ, ഇത്തരത്തിലുള്ള അസ്ഥികൂടങ്ങൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്കുൾപ്പെടെ ഉള്ള ഉത്തരവാദിത്വം ചെറുതാണോ? കേരളത്തിൽ നിന്ന് 42,000, നമ്മൾ കണക്ക് വെച്ച് പറഞ്ഞു, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. കേരളത്തിൽ നിന്ന് 2016 മുതൽ 2021 വരെയുള്ള 6 വർഷക്കാലം മാത്രം നഷ്ടപ്പെട്ടത് 42,000-ലധികം ആളുകളാണ്. അതിൽ 7% ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് കണക്ക് നിരത്തി നമ്മൾ പറഞ്ഞു. അതിൽ 350-ലേറെ വരുന്നത് കുട്ടികളാണ്, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് എന്ന് വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ അവിടെ അതിനെ ചുറ്റിപ്പറ്റി ഉയർന്നിട്ടുള്ള വ്യാപകമായിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകൾ അല്ലെങ്കിൽ വുമൺ മിസ്സിംഗ് കേസുകൾ, ഇത്തരത്തിൽ ഗാങ് റേപ്പ് നടത്തി വലിയ തോതിൽ ടോർച്ചർ ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തിയ മൃതശരീരങ്ങൾ ഒരാൾ അടക്കം ചെയ്തു എന്ന തരത്തിലൊരു വെളിപ്പെടുത്തൽ വന്ന് ഒരു ഗവൺമെന്റ് മുന്നോട്ട് വെച്ച DGP തലത്തിൽ തൊട്ട് താഴോട്ടുള്ള ഒരു ഗൗരവമുള്ള ഒരു SIT അതിനെ സംബന്ധിച്ച് 17 മണിക്കൂർ അയാളുമായി ആശയവിനിമയം നടത്തി അന്വേഷണം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ എന്ത് ചെയ്യണമായിരുന്നു?
അതിൽ ഇന്റർവീൻ ചെയ്യണ്ടേ? അതിൽ ഇടപെടണ്ടേ? അവരുടെ അഭിപ്രായങ്ങൾ പറയണ്ടേ? ഇവർക്ക് ഇവിടുത്തെ ജനങ്ങളോട് എന്ത് ഉത്തരവാദിത്വമാണുള്ളത് എന്നാരെങ്കിലും ചോദിച്ചു പോയാൽ ആ ചോദിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? ഇവിടുത്തെ പൊതുസമൂഹം എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ, ഇവിടുത്തെ സെലിബ്രിറ്റികൾ, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരാരും ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ ഈ കഥയെക്കുറിച്ച്. എന്താണിത്? ഒരു കെട്ടുകഥയാണ് എന്ന മട്ടിലാണ് നമ്മളോട് പലരും സംസാരിക്കുന്നത്. നമുക്ക് പല മെസ്സേജുകളും വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഇതിൽ പോയി തലയിടുന്നത് എന്ന് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, മാധ്യമ ലോകത്തിനാകെ നാണക്കേടാണ്. ഞങ്ങൾ മംഗളൂരുവിൽ ചെന്നപ്പോൾ, ഞങ്ങൾ ധർമ്മസ്ഥലയിൽ ചെന്നപ്പോൾ, ഞങ്ങൾ തളിപ്പറമ്പിൽ ചെന്നപ്പോൾ, ഞങ്ങൾ കോഴിക്കോട്ട് വന്നപ്പോൾ അവർ നീട്ടിയ മൈക്കിന്റെ പിറകിൽ നിന്ന് ഞങ്ങളെ നേരിട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യമെന്നാണ്. ഞങ്ങൾക്കതിൽ കാര്യമുണ്ട് എന്ന് അവരോട് മുഖത്ത് നോക്കി പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്കിപ്പോഴും അതിൽ കാര്യമുണ്ട്. കാരണം ഭരണഘടന ഇൻഫോഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത്, നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഉയരാത്ത മനസാക്ഷി എന്ന് പറയുന്നത്, അതിനെതിരെ ഉയരാത്ത നാവ് എന്ന് പറയുന്നത് എന്തിനാണ് മനുഷ്യന്? എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക്? അപ്പൊ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നവരെ പോലും ഗാഗ് ഉത്തരവിറക്കിയാണ് മാധ്യമ വിലക്ക് നടപ്പാക്കി കർണാടകത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും വായമൂടി കെട്ടിയതെങ്കിൽ കേരളത്തിൽ അതിനനുസൃതമായ തരത്തിലുള്ള ഒരു തരം നിശബ്ദത. ഞാൻ ധർമ്മസ്ഥലയിലെ കാട്ടിൽ പോയി ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കർക്കിടക വാവ് ദിവസത്തിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ നിശബ്ദത ഇന്ന് കേരളത്തിലെ മാധ്യമ ലോകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത്, കേരളത്തിന് വലിയ പാരമ്പര്യമുണ്ട് മാധ്യമരംഗത്ത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധം ഞാൻ ഹഷ്മിയെ സെല്യൂട്ട് ചെയ്യുകയാണ്, 24 ന്യൂസിനെ സെല്യൂട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച എല്ലാവരെയും, ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇതിന്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അതിനുവേണ്ടി അഭിനന്ദിക്കുകയാണ്. അതെല്ലാം പുറത്തു വന്നേ മതിയാവുള്ളൂ. അത്രത്തോളം ദുരൂഹത. ഞാൻ ദിനുവിലേക്ക് എത്താമേ. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ കേരളത്തെ പറ്റി, കേരളത്തിൽ നിന്ന് എത്രയോ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പഗണ്ട വെച്ച് കള്ളക്കഥ ഉണ്ടാക്കിയിട്ടില്ലേ? ഇവിടെ കന്യാസ്ത്രീകൾ എന്തോ മതപരിവർത്തനം നടത്തുന്നു, മനുഷ്യക്കടത്ത് നടത്തുന്നു പറഞ്ഞ് പാവങ്ങളെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടില്ലേ? അവിടെയൊക്കെ ഉയരുന്ന ശബ്ദം നോക്കൂ ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ ഒരു ക്ഷേത്ര പരിസരമാണ്. അവിടെ വന്ന് ഈ പറഞ്ഞ കൊല ചെയ്യപ്പെട്ടു, കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, മണ്ണിനടിയിൽ മൂടപ്പെട്ടു എന്ന് പറയുന്നവരൊക്കെ വിശ്വാസികളും ഭക്തരും ഹൈന്ദവരും ഒക്കെയാണ്. എന്തുകൊണ്ടാണ് ആ മേഖലയ്ക്ക് ഇപ്പോഴും ഒരു മഹാമൗനം? അന്വേഷിക്കണമെന്നൊരു വാക്ക് പോലും പറയാത്തത്? കന്യാസ്ത്രീകളുടെ മാവോബന്ധം അന്വേഷിക്കണം എന്ന് പറയുന്ന ടീച്ചർക്ക് എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കണം എന്നൊരു വാക്ക് പുറത്തേക്ക് വരാത്ത ശ്രീ മിഥുൻ വിജയകുമാർ? നോക്കൂ ഹാഷ്മി, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കർണാടകത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ തന്നെയാണ് ഈ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നത്. ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ പ്രഷർ ഇടുന്നത് പോലും ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷവും തന്നെയാണ്. അപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ എന്തെങ്കിലും ആംഗിൾ ഉണ്ടോ എന്ന് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇവിടെ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ വലിയ തോതിൽ നടക്കുന്നുണ്ട്. താങ്കൾ മനസ്സിലാക്കണം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയുടെ, ബാംഗ്ലൂർ കോർട്ടിന്റെ ഇൻജങ്ഷൻ ഓർഡർ ഉണ്ട്, നിലവിൽ നിൽക്കുന്നുണ്ട്. 800ഓളം ലിങ്കുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടെ നടന്നിട്ടുണ്ട് അവിടെ. 800ഓളം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് അല്ലെങ്കിൽ ന്യൂസ് ലിങ്ക്സ് എല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ തടയാൻ കൂടി വേണ്ടിയാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതിക്കാരൻ മുസ്ലിമാണെന്ന് മിസ്ഇൻഫർമേഷൻ പറയുന്നതോ? കേരളത്തിൽ ഗൂഢാലോചന മിസ്ഇൻഫർമേഷൻ പറയുന്നതോ? അതല്ലേ മിസ്ഇൻഫർമേഷൻ? അത് അദ്ദേഹത്തിന്റെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, എന്തോ ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് കള്ളമാണ്, അത് കള്ളമാണെന്നേ. ഇപ്പൊ ധർമ്മസ്ഥലയുടെ ക്ഷേത്രാധികാരികൾ എങ്ങനെയാണ് അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായി വേറൊരു മതസ്ഥനെ അവിടെ നിയമിക്കുക? അദ്ദേഹം പറഞ്ഞതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ തടയാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തോ ആവട്ടെ. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോലെ ആ പരാതിക്കാരൻ ഒരു മുസ്ലിമാണ് എന്ന പച്ചക്കള്ള മിസ്ഇൻഫർമേഷൻ തടയാനാണോ? അതല്ലേ മിസ്ഇൻഫർമേഷൻ? അതല്ലേ വ്യാജം? അതെന്തിനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് പറയുന്നത്? അത് ഹനുമാൻ സേന പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ബജറംഗ് ദൾ പറഞ്ഞോട്ടെ, ഏതെങ്കിലും ഫ്രിഞ്ച് ലെവൻസ് പറഞ്ഞോട്ടെ, അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ നേതാവ് പറയുകയാണത്. കള്ളം പറയല്ലേ അത്? വിജയകുമാർ, കള്ളമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഹാഷ്മി അന്വേഷിച്ചിട്ടില്ലല്ലോ. ഹാഷ്മി എന്താ കേസ് എടുത്തോ അതിന്റെ പേരിൽ? അത് കള്ളമാണ്. കേസ് എടുക്കണം, അത് കേസ് കൊടുക്കണം. അല്ലാതെ കള്ളമാണ്. ആ പരാതിക്കാരൻ ദളിതനാണ്. ഒരു ചർച്ച നടത്തുന്നതിന് പകരം നമ്മൾ ഒരു ലീഗലായിട്ട് ഒറ്റ മിനിറ്റ് ശ്രീ വിനോദ്, ആ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുത നമുക്ക് ക്ലാരിറ്റി നടത്തിപ്പോ പറഞ്ഞത് തീർത്തും
വസ്തുത വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഗാഗ് ഉത്തരവ് ഇറക്കിക്കൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് ഇക്കാര്യത്തെ വാർത്ത പുറത്തു വരുന്നത് തടയാൻ വേണ്ടി ഈ പറയുന്ന ശക്തികൾ ഇവിടുത്തെ മുഴുവൻ സംവിധാനത്തെയും ഉപയോഗിച്ചതാണ്. ഒരു ഭാഗത്ത് മിസ്ഇൻഫർമേഷൻ അല്ല, മിസ്ഇൻഫർമേഷൻ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ തലയോട്ടിയോ അസ്ഥികൂടമോ കിട്ടുമായിരുന്നില്ല. വിനോദ് മേക്കോത്ത്, ഇവിടെ പ്രതിപക്ഷ നേതാവ് ഈ പരാതിക്കാരൻ മറ്റൊരു മതസ്ഥനാണെന്ന് പറയുന്നതിൽ ദുഷ്ടലാക്കിനപ്പുറം വസ്തുതയുടെ അംശമുണ്ടോ? അല്ല, ഇതിനെ വഴിതിരിച്ചു വിടാൻ തീർച്ചയായും ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്, പ്രണബ് മുഖർജിയുടെ നേതൃത്വത്തിലുള്ള ടീം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ അന്നാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വരുന്നത്. എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഇതിന്റെ പിറകിൽ ഒരു മുസ്ലിമാണ്. ഇതിനെ സംബന്ധിച്ച് ഗൂഢാലോചന നടന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ വിൻഡോയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതിൽപ്പെട്ട ആരായാലും, ഇടത് നിരീക്ഷകനായാലും വലത് നിരീക്ഷകനായാലും BJP നേതാവായാലും കൊള്ളാം, ഏത് തരത്തിലുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്കത് സംബന്ധിച്ചുള്ളത്? ഈ പറയുന്ന BJPയുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നു, ശ്രീ ജയസൂര്യ ഇവിടെ ഇരിക്കുന്നു. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇത് ദേശീയ പാർട്ടിയാണല്ലോ, കേരള ഘടകത്തിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ശേഖരിച്ചിട്ടുണ്ടോ? കേരള ഘടകത്തിന് ഇതിനെ സംബന്ധിച്ച് അറിവുണ്ടോ? ഇങ്ങനെയൊരു ഗൂഢാലോചന കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന്, അതൊരു മുസ്ലിമിന്റെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത് എന്ന് ഈ പറയുന്ന സാക്ഷി കേരളത്തിലാണ് താമസിച്ചിരുന്നത് എന്ന് പോലും പറയുന്ന തരത്തിൽ വല്ല ഇൻഫർമേഷനും അതാണ് എന്ന് പറഞ്ഞ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷണത്തിന്റെ മണ്ടയടക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ദേശം. എന്തിനാണ് ആ മണ്ടയടക്കൽ ഉദ്ദേശം? എന്താണ് പ്രതിപക്ഷ നേതാവിന് ഭയം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമാണ് ഇവിടെ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ SIT ഫോം ചെയ്യണമെന്ന പ്രഷർ ഗവൺമെന്റിന്റെ മുകളിലിട്ടത്. അപ്പം ഇവിടെ ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ തടയാൻ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ ആളല്ലേ, ഒരു കേസ് കൊടുക്കണം. കാരണം അങ്ങനെ അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ ലീഗലിയാണ് മൂവ് ചെയ്യേണ്ടത്. ഒരു ചർച്ചയിൽ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വാചക കസർത്ത് നടത്തിയല്ല തോൽപ്പിക്കേണ്ടത്. അങ്ങനെ BJPയുടെ നേതാവ് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ലീഗൽ ആക്ഷനുമായിട്ട് എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമല്ലേ? അപ്പം BJP നേതാവ് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടെ ലീഗൽ ആക്ഷൻ ഉണ്ടാവണം. അല്ല അദ്ദേഹത്തിന് അതിന് പറ്റിയ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ, അല്ലെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ ഈ പറഞ്ഞ പോലെ കേരളവുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടെന്ന് അത് അദ്ദേഹം വെളിപ്പെടുത്തട്ടെ. ഒരാൾ ഒരു പരാതിക്കാരൻ പരാതിയുമായി വരുന്നു, അത് വൈകി അത് കോടതിയിലേക്ക് എത്തുന്നു, കോടതി അത് കേൾക്കുന്നു, SIT രൂപീകരിക്കാൻ പറയുന്നു, വൈകി SIT ഉണ്ടാവുന്നു, SIT അന്വേഷണത്തിന് ഇറങ്ങുമ്പോഴേക്കും അത് കേരളത്തിൽ നടന്ന ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? മിഥുൻ വിജയകുമാർ, അതിന്റെ താല്പര്യം എന്താണ്? നമ്മൾ ഈ വിഷയത്തിന്റെ താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ കേരളത്തിൽ നടന്ന ഗൂഢാലോചന? ഇതൊരു സിസ്റ്റമിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലർ ആണ് ഹാഷ്മി. അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കൂ. ഈ 80കളിൽ തുടങ്ങിയ ഒരു കൊലപാതകത്തിന്റെ ഒരു ശൃംഖല അത് 2012, 2014 അതുവരെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ജനറേഷൻ ഓഫ് ക്രിമിനൽസ് കൂടി ഇതിൽ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഒരു ക്രൈം സീൻ തലമുറകളായി നിലനിൽക്കുന്നുണ്ട്. ഇതൊരു സിസ്റ്റം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ജനറേഷണൽ ക്രൈം നെറ്റ്വർക്ക് കൂടിയാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ ഒരു സിസ്റ്റമിക് ഫെയിലർ ആണ്. അത് ഏത് ഭാഗത്ത്, അത് BJPയുടെ തലയ്ക്ക് പെട്ടെന്ന് BJPയുടെ നേതാവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നൊരു ഡയറക്ഷനിൽ താങ്കൾ ഈ ചർച്ച കൊണ്ടുപോകുകയാണെങ്കിൽ താങ്കൾ ഈ ചർച്ചയുടെ മെറിറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ. ഇവിടെ ഈ ഒരു വിഷയത്തിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ ജസ്റ്റിസ് ഗോപാൽ ഗൌഡ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വിറ്റ്നസ് മുന്നിലേക്ക് വന്നിട്ട് പോലും, അതായത് ഇത്രയും വെളിപ്പെടുത്തൽ നടത്തിയിട്ട് പോലും ഒരു അറസ്റ്റ് ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തിന്റെ കൺഫെഷണൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പേരുകൾ പുറത്തേക്ക് വരുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ ഡിലേ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ആയിരിക്കണം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അല്ലാതെ BJP നേതാവ് എന്നെ പറഞ്ഞ അയാൾക്ക് നേരെ കേസ് കൊടുക്കുന്നേ, അയാൾക്ക് നേരെ കേസ് കൊടുക്കൂ, അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ലീഗൽ ആക്ഷൻ ആരും മൂവ് ചെയ്യുന്നില്ല? എതിർക്കുന്ന പോട്ടെ, അവർക്ക് താല്പര്യം മനസ്സിലാക്കാം. അവിടുത്തെ പ്രതിപക്ഷ നേതാവ് അതിനെ വന്ന് അത് കേരളത്തിൽ നടന്ന ഗൂഢാലോചന എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബോധവും പരിഹാരം കഴിക്കുന്നവർക്കുണ്ടല്ലോ. ചർച്ചയുടെ മെയിൻ ആംഗിൾ ഒന്നുമല്ല. അവിടുത്തെ സർക്കാരിന് എന്ന് പറഞ്ഞാൽ ഇത്രയും വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴും അവിടുത്തെ സർക്കാർ അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നെങ്കിൽ അനങ്ങൂ സർക്കാരെ എന്ന് പറയേണ്ട പ്രതിപക്ഷ നേതാവാണ് അനങ്ങി തുടങ്ങിയപ്പോഴേക്കും കേരളത്തിലെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ദിനുവയിൽ നോക്കൂ, നമ്മൾ ഭയന്നു പോകുന്ന ആരോപണങ്ങളാണ്, ഭയന്നു പോകുന്ന കൊലപാതകങ്ങളാണ്. ഈ പറയുന്ന രീതിയിൽ ഇത് പുറത്തു വരാൻ ഭയമുള്ളവർ പറയുന്നുണ്ട്. അവിടെ കാട്ടിനകത്തൊക്കെ ഈ പറയുന്ന മൃതശരീരങ്ങൾ ചുമ്മാ കിടക്കുന്ന കഥ പോയ കാലങ്ങൾ കണ്ട കാര്യം അവിടുത്തെ അവിടുത്തെ കോളേജിൽ പഠിച്ച കുട്ടികളൊക്കെ പിന്നീടുമെന്ന് പറയുന്നുണ്ട്. തിരോധാനത്തിന് പിന്നെയും പരാതികൾ. ഏറ്റവും ഒടുവിൽ അച്ഛൻ കൊല്ലപ്പെട്ടു എന്നതടക്കം അവിടുത്തെ ഭൂമി തട്ടിയെടുക്കാൻ ഈ പറയുന്ന ടീം നീക്കം നടത്തി എന്നതടക്കം പുതിയ പരാതികൾ വരുന്നുണ്ട്. ഇയാൾ പറഞ്ഞ തെളിവായി ആദ്യം ഇയാൾ തലയോട്ടി ഹാജരാക്കുന്നുണ്ട്, പിന്നീട് കണ്ടെത്തിയ പറഞ്ഞ സ്ഥലങ്ങൾ കുഴിക്കുമ്പോൾ അവിടെ അസ്ഥികൂടങ്ങളുണ്ട്. എന്നിട്ടും അവിടുത്തെ കർണാടക മാധ്യമങ്ങൾക്ക് മൗനമാണ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് മൗനമാണ്, ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് മൗനമാണ്. എന്താണെന്ന് ഈ ഒരു മഹാമൗനം ശ്രീ ദിനു? ഞാൻ ഓർക്കുകയായിരുന്നു, ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഇതര മതസ്ഥാപനത്തിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടെന്ന വെറുതെ ഒരു ആരോപണം ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ചാടിക്കേറി പൊളിക്കാനും ആവേശത്തോടെ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ അടങ്ങുന്ന ആളുകൾ, അവരുടെ കൂട്ടങ്ങൾ, നിത്യമായി അത്തരം കാര്യങ്ങളെ സെൻസേഷനലൈസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഹിന്ദുത്വ മാധ്യമങ്ങൾ, ഇവരെല്ലാം തന്നെ ഈ പറഞ്ഞ കടുത്ത നിശബ്ദതയിലാണ്.
നൂറുകണക്കിന് ഹിന്ദു മതത്തിൽ കൂടി ഉൾപ്പെട്ട മനുഷ്യരുടെ, ഭക്തരായ മനുഷ്യരുടെ കൂടി മൃതദേഹങ്ങൾ ഒരിടത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു ഹൈന്ദവ വിഗ്രഹം ഉണ്ടെന്ന് കേട്ടാൽ ഓടിച്ചാടി നടക്കുന്ന ഈ മനുഷ്യന്മാർക്ക് ഈ മനുഷ്യ ജീവനോട് യാതൊരു രീതിയിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായി ഈ സംഭവം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, BJPയുടെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, അരവിന്ദ് ബെല്ലാഡ് എന്ന് പറയുന്ന MLA ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നത് ഈ ആരോപണങ്ങളെല്ലാം ബേസ്ലെസ് ആണ് എന്നാണ്. അതായത് ഒരു SIT പ്രോബ് വരുന്നതിന് മുമ്പ്, ഒരു അന്വേഷണം നടക്കുന്നതിന് മുമ്പ് അരവിന്ദ് ബെല്ലാഡ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇതൊരു ബേസ്ലെസ് ആർഗ്യുമെന്റ് ആണെന്നാണ് അവർ തീർത്ത് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അശ്വൻ നാരായണൻ അടക്കമുള്ള അശോക അടക്കമുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന BJPയുടെ നേതാക്കന്മാർ അനുദിനം ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാഷ്മി പറഞ്ഞ പോലെ ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ ഹിസ്റ്ററിക്കകത്ത് ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാവാനുള്ള പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടെ ഈ പറയുന്ന ഇതിനകത്ത് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ചില ആളുകൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന അമ്മ തൻ്റെ മകളുടെ ശരീരത്തിൻ്റെ ഭാഗമെങ്കിലും കിട്ടണമെന്ന് പറയുന്ന, അസ്ഥികളെങ്കിലും എനിക്ക് വേണ്ടി തരണം എന്ന് പറയുന്ന സുജാത ഭട്ട് കൃത്യമായി പറയുന്നുണ്ട്, അവർ ബെൽത്താണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവരെ തിരിച്ചയച്ചുവെന്നും ധർമാധികാരിയും സഹോദരനും ചേർന്നുകൊണ്ട് വെർബൽ അബ്യൂസിന് വിധേയാക്കിയെന്ന് പറഞ്ഞു. അവിടെയും തീരുന്നില്ല. അമ്പലത്തിൻ്റെ അടുത്ത് കരഞ്ഞിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ കസേരയിൽ ടൈ ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തി പിന്നീട് അവർ കണ്ണു തുറക്കുമ്പോൾ ഒരു ആശുപത്രിക്കകത്താണ് അവർ കിടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. 8ഓളം സ്റ്റിച്ചസ് ആയിക്കൊണ്ട് 3 മാസത്തോളം എടുത്തുകൊണ്ടാണ് അവരുടെ ശരീരത്തിൽ ഏറ്റ മുറിവിൽ നിന്ന് പോലും അവർക്ക് പുറത്തു കടക്കാൻ വേണ്ടി സാധിച്ചത്. കാണാതായ ഒരു മകളെ ഓർത്ത് കരഞ്ഞൊരു അമ്മയ്ക്ക് ഇത്തരത്തിലുള്ള സ്ഥിതിയാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ പറയുന്നത് നുണയാണെങ്കിൽ നുണപരിശോധനയായുള്ള പോളിഗ്രാഫ് ടെസ്റ്റിന് അവരെ വിധേയമാക്കൂ എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ക്ഷേത്ര ഭരണസമിതി അധികാരികൾക്ക് ധൈര്യമുണ്ടോ പോളിഗ്രാഫ് ടെസ്റ്റിന് വന്നിരിക്കാൻ എന്ന് അവർ വളരെ ആർജവത്തോടു കൂടി ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ സാനിറ്റൈസേഷൻ വർക്കർ, ദളിത് സമുദായത്തിൽപ്പെട്ട സാനിറ്റൈസേഷൻ വർക്കർ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ഈ അടിവസ്ത്രങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ കണ്ടു എന്നത് മാത്രമല്ല, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ സ്ട്രാങ്കുലേഷൻ, കഴുത്തിലുടനീളം സ്ട്രാങ്കുലേഷൻ നടന്നിട്ടുള്ള, ഗ്യാങ് റേപ്പുകൾ നടന്നിട്ടുള്ള, സ്കൂൾ യൂണിഫോമുകളിൽ സ്കൂൾ ബാഗ് അടക്കം വെച്ച് ശരീരങ്ങൾ കത്തിക്കേണ്ടി വന്നതടക്കമുള്ള സംഭവങ്ങൾ ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. 20 വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരം മൊത്തം ഈ പറഞ്ഞ പേപ്പറിൽ കെട്ടിക്കൊണ്ടാണ് അത് കത്തിക്കേണ്ടി വന്നത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും 14ഓളം ദിവസം യാതൊരു രീതിയിലും ഈ സൈറ്റുകൾക്കകത്ത് ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു മിനിമം ആർജവം പോലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതൊരു സിസ്റ്റമിക് ഫെയിലർ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ഗ്യാഗ് ഓർഡർ 8000ഓളം URLകൾക്കെതിരെ ഗ്യാഗ് ഓർഡർ പുറപ്പെടുവിക്കുവാൻ വേണ്ടി കോടതി ഇൻട്രസ്റ്റ് കാണിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഇത്തരം സൗജന്യയുടെ അടക്കമുള്ള കേസുകളുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ നടന്നിട്ടുള്ള ലോക്കൽ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് കൃത്യമായി ഡി ഗ്രൂപ്പ് കമ്പനികളുമായിട്ടുള്ള അസോസിയേഷൻ എന്നുള്ളത് നിരവധി അൽ ജസീറ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിക്കൊണ്ട് ഒരു മതാധിപത്യം വരുന്ന പോലെ തന്നെ സമാനമായിക്കൊണ്ട് ഒരു ക്ഷേത്ര ഭരണ സമിതി ഇന്ത്യൻ ഭരണഘടനയെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഒരു മറു രാജ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അവിടെ സ്ഥിതിഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം കാര്യങ്ങൾ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ജോർജ് ജോസഫ്, ഇവിടെ ഇന്നലെ പരിശോധിച്ച സൈറ്റ് 1, 2, 3 യഥാർത്ഥത്തിൽ ഈ ആക്ഷൻ കൗൺസിൽ അവിടെ ഈ പറയുന്ന പോലെ ശരീരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. താങ്കൾ തന്നെ നേരത്തെ പറയുന്നത് പോലെ അത് പുഴയോട്, അത് സ്നാനഘട്ടത്തോട് ചേർന്ന ഭാഗങ്ങളാണ്, വെള്ളം കയറി ഇറങ്ങി പോകുന്ന സ്ഥലമാണ്. ഏതെങ്കിലും തരത്തിലൊക്കെ ഇതില്ലാതായി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ സൈറ്റ് 6, 7, 8-ൽ 8 ബോഡികളുണ്ട് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞത്, ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞിട്ടുള്ളത്. സൈറ്റ് 9-ൽ 6-7 ബോഡികൾ, സൈറ്റ് 10-ൽ 3 ബോഡികൾ, സൈറ്റ് 11-ൽ 9 ബോഡികൾ, സൈറ്റ് 12-ൽ 4-5 ബോഡികൾ, സൈറ്റ് 13-ൽ ഹയസ്റ്റ് നമ്പർ അമംഗ് ദീസ് മാർക്കഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അത് കൃത്യം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതിനിർണായകമാണ് ശ്രീ ജോർജ് ജോസഫ്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയുള്ള ദിവസങ്ങൾ അതിനിർണായം തന്നെ. അത് വളരെ സ്ലോയിലേ പോവുള്ളൂ. നമുക്ക് ഒരു ബോഡി എട്ടുക എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലെ പോലീസിന് ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട് ഓരോ ബോഡിക്കും. ചിലപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു എല്ല് കഷ്ണമാണെങ്കിൽ അതിനും പ്രത്യേക ഒരു കഥ പറയാനുണ്ടാവുന്നുണ്ട്. അതും വ്യത്യസ്തമായ രീതിയിൽ അതിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി. അപ്പോൾ ഇനിയുള്ള ദിവസം, കാരണം നമ്മൾ ഭയപ്പെട്ടിരിക്കുകയാണ്, ഓരോ ഇതിനും എത്ര ബോഡി കിട്ടുന്നെങ്കിൽ അത്രയും ഇൻക്വസ്റ്റ് ഉണ്ടാകണ്ടേ.
അത്രയും പോലീസ് വർക്ക് അവിടെ വരണ്ടേ, ഇതെല്ലാം റെക്കോർഡിക്കലായിട്ട് കോടതിയിൽ എത്തണ്ടേ? അത് തന്നെയല്ല, ഇതിനകത്ത് വേറൊരു ഒരു ഒരു സംഭവം വരാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ കണ്ടെത്തിയാൽ തന്നെ ഇത് ആരുടെ എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കാം. കാരണം എത്രയോ വർഷം മുമ്പുള്ളതായിരിക്കാം. ചിലപ്പം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്കെൽറ്റൻ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവുമോ അത് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ ഈ ശുചീകരണ തൊഴിലാളിക്ക് കഴിയില്ല. 2014 ശേഷം വീണ്ടും ഇതുപോലെ നടന്നിട്ടുണ്ടല്ലോ. അതെങ്കിൽ വേറെ ആളെ കൊണ്ട് അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഇതുപോലുള്ള പരിസരങ്ങളിലെ മൃതദേഹങ്ങളുടെ ഒരു ഏരിയയാണ് ഒരു കാരണം 485 കണക്ക് പുള്ളി പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാർ എത്രയോ വർഷം കൊണ്ട് ഇത് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതിനൊന്നും ചോദിക്കാനും പറയാനും അവിടെയോ ഇവിടെയോ എങ്ങും ആരുമില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് പൊക്കിക്കൊണ്ട് വന്നപ്പം നമ്മുടെ കുട്ടികളവിടെ മരിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ പൊക്കണ്ടേ? അതെനിക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ നിന്ന് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ 24-നകത്ത് വന്ന ഇടുക്കിയിലുള്ള ഒരാളുടെ പിതാവ് 20 ഏക്കർ സ്ഥലം അവർ ബലം പ്രയോഗിച്ച് 18 ലക്ഷത്തിന് വാങ്ങിച്ച് അതിനുശേഷം വീണ്ടും ഉള്ള സ്ഥലം 20 ഏക്കർ കിടപ്പുണ്ട്, അങ്ങോട്ട് പോകാൻ ഭയപ്പെടുകയാണ്. അയാൾ അപ്പനെ ഒരാഴ്ചക്കകത്ത് തന്ന് 18 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിലേക്ക് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരാഴ്ചക്കകം ആ പൈസ വാങ്ങാതെ ചെന്നപ്പം ആ അപ്പനെ, സ്കൂട്ടറിൽ പോയ അപ്പനെ ഒരു വാഹനം ഇട്ട് ഇടിച്ച് കൊല്ലുന്നത് ഒരു കുട്ടിയാണത് കാണുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയുന്ന ആ പയ്യൻ്റെ അടുത്ത് പറയുന്നത് അവരിപ്പം തളിപ്പറമ്പിൽ വന്ന് പേടിച്ച് അവിടെ താമസിക്കുകയാണ്. അപ്പൻ്റെ ആ കേസ് 6-7 വർഷം മുമ്പാണ്. ശരി, അതൊരു മർഡറാണ്. അത് തീർച്ചയായിട്ടും ആ കേസ് ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു നെഗ്ലിജൻ്റ് ആക്റ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കണം കൊടുത്തിരിക്കുന്നത്, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ്. അതല്ല, അത് 302 അതിലേക്ക് അവർ അന്വേഷണം പോകണം. കാരണം ആ കേസിനകത്ത് ഒരു കേസെങ്കിലും കൃത്യമായിട്ട് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു കേസ് കൃത്യമായിട്ട് ഒരു മർഡർ കേസിലോട്ട് പോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ആ അനീഷ് എന്ന് പറഞ്ഞ ആൾ തീർച്ചയായിട്ടും അതിൻ്റെ റെക്കോർഡുകളൊക്കെ എടുത്ത് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കാണിച്ചിട്ട് അത് കാരണം അത് ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്. അത് മർഡറിലേക്ക് പോകണം. 302 ഒരു കുട്ടി അവിടെ അത് സാക്ഷി കണ്ടിട്ടുണ്ട്. ഇവർക്ക് അതിനെ വീണ്ടും സാക്ഷികളെ കിട്ടും. അപ്പം കുറേ കേസുകൾ ഇതുപോലെ മർഡർ കേസിലേക്ക് പോയെങ്കിൽ മാത്രം ഈ അന്വേഷണം കൊണ്ട് ഇതൊരു പ്രഹസനമാക്കി പോവും. കാരണം നമുക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാതെ അവരെ സ്കെൽറ്റൻ വെച്ചിട്ട് നമുക്ക് മനുഷ്യ ശരീരം ആണെന്ന് മാത്രമേ പറയാനൊക്കുള്ളൂ. ആരെയാണ് ഈ സ്കെൽറ്റനെ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു മർഡർ കേസ് നിലനിൽക്കുള്ളൂ. അത് ഇതൊക്കെ വളരെ വേസ്റ്റായി പോകുന്നതാണ് എനിക്ക് പേടി. കാരണം അവിടെ കുഴിച്ചിട്ട് ആ ഇപ്പം പറഞ്ഞല്ലോ ശുചീകരണ തൊഴിലാളി ചിലടത്ത് 3, ചിലടത്ത് 6, ചിലടത്ത് 9 കിട്ടുമെന്ന് പറയുന്നു. അത് ആരുടെ മൃതദേഹമാണ് നമ്മൾ തിരിച്ചറിയണ്ടേ? എങ്കിൽ മാത്രമേ അവരുടെ DNA ബന്ധുക്കളുടെ DNA എടുത്ത് ഇത് ഇന്നയാളുടെ മൃതദേഹമാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അയാളെ കൊന്നത് ആരാണ്? അത് എനിക്ക് തോന്നുന്ന 17 മണിക്കൂറോളം ആ DGP ഇയാളെ ചോദ്യം ചെയ്തൊരു 17 hours സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് ആരെയെങ്കിലും കൊന്നത് ഇന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ എവിഡൻസാണ്. അങ്ങനെ ആ കേസെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഇനി അടുത്ത ദിവസങ്ങൾ, അടുത്ത മണിക്കൂറുകൾ അത് തന്നെയാണ് പ്രധാനം. അന്വേഷണ വഴിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്ന അന്വേഷണ വെല്ലുവിളികൾ ഏത് രീതിയിൽ അവർ പരിഹരിക്കുമെന്നാണ്. ഞാൻ എത്താം സാർ. ശ്രീ എസ് ജയസൂര്യൻ, ഇവിടെ ഈ പറയുന്ന കന്യാസ്ത്രീകൾക്കെതിരെ ഇല്ലാത്ത മനുഷ്യക്കടത്ത് ആരോപണം, ഇല്ലാത്ത മതപരിവർത്തനമൊക്കെ ആരോപിച്ച് ഇല്ലാത്ത വകുപ്പുകളും ചുമത്തി തുറുങ്കിലടക്കാൻ കാണിക്കുന്ന വ്യഗ്രത, അല്ലെങ്കിൽ കേരളത്തെപ്പറ്റി ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ പറയുന്ന കള്ള സ്റ്റോറി ഉണ്ടാക്കാനും ആ കള്ള സ്റ്റോറിക്ക് പ്രൊമോഷൻ കൊടുക്കാനും കാണിക്കുന്ന വ്യഗ്രത, ഇവിടെയുള്ള ഹൈന്ദവ സഹോദരിമാർക്ക് നീതി കിട്ടണം എന്ന ശക്തമായൊരു വാക്ക് ഈ ഗ്രൂപ്പുകളിൽ നിന്നൊന്നും ഉയരാത്ത എന്തുകൊണ്ടാകാം? ശ്രീ എസ് ജയസൂര്യൻ. ഇവിടെ ശ്രീ മിഥുൻ ആ വിഷയം പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് അവിടെ ഈ ആവശ്യം ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കുന്നത് അവിടുത്തെ ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ BJPയുമാണ്. ഇവിടെ പറഞ്ഞല്ലോ, അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഹാഷ്മി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രി വാഴപ്പിണ്ടിയല്ല, നല്ല നട്ടലുള്ളയാളാണ് എന്ന്. ഞാൻ പറയുന്നു, ഹാഷ്മി പറഞ്ഞത് ശരിയാവട്ടെ, മുഖ്യമന്ത്രി നല്ല നട്ടലുള്ളയാളാവട്ടെ, മുഖ്യമന്ത്രി കർശനമായ നടപടിയെടുക്കട്ടെ. ആ കാര്യത്തിൽ മുഖം നോക്കാതെ BJP ആണോ, വിശ്വഹിന്ദു ആണോ, ബജരംഗദളാണോ, സംഘപരിവാറാണോ, മുഖം നോക്കാതെ വാഴപ്പിണ്ടി അല്ലാത്ത നട്ടലുള്ള മുഖ്യമന്ത്രി നല്ല തൻ്റെടമായിട്ട് നടപടിയെടുക്കട്ടെ. BJP അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ പറഞ്ഞ ആരുടെ പേരിലാണെങ്കിലും നടപടിയെടുക്കട്ടെ. എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്നാണ് ഞങ്ങളുടെയും ചോദ്യം. അപ്പോൾ ആ പറയുന്ന മുഖ്യമന്ത്രിയുടെ പിന്നിൽ അല്ലെങ്കിൽ SITയുടെ പിന്നിൽ ശക്തമായി ഉറച്ചു നിൽക്കാൻ BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മളുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ, ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾ പറയുന്ന മഹാമൗനമുണ്ടല്ലോ, ആ മഹാമൗനം ഒത്തിരി പേരെ പേടിപ്പെടുത്തുന്നുണ്ട്. തൃശ്ശൂരിൽ 3 വർഷം മുമ്പ് 3 കന്യാസ്ത്രീകൾ
അറസ്റ്റ് ചെയ്യപ്പെട്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് 3 കൊല്ലക്കാലം അവർ ഇവിടെ കോടതി കയറി ഇറങ്ങി നടന്ന് 2 ദിവസം മുമ്പാണ് കുറ്റവിമുക്തരാക്കിയത്. പച്ചക്കള്ളമായിരുന്നു അവരുടെ പേരിൽ എഴുതി ചേർത്ത ചാർജുകൾ. പക്ഷെ പിണറായി വിജയനാണ് അത് എഴുതിയത്. പിണറായി വിജയന്റെ പോലീസാണ് കേസെടുത്തത്. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷക്കാലം 24-ഉം ഹാഷ്മിയും അടക്കമുള്ളവർ മഹാമൗനത്തിലായിരുന്നു. കാരണം പിണറായിയുടെ നാട്ടിലാണ് നടന്നത്. അഞ്ച് ക്രൈസ്തവ പുരോഹിതരെ 2021 അതേ ഛത്തീസ്ഗഡിൽ 1 വർഷക്കാലം ജയിലിൽ അടച്ചിട്ടു. മഹാമൗനമായിരുന്നു. ആരും അതിനെക്കുറിച്ച് മിണ്ടിയില്ല. അപ്പോൾ മൗനം ഭഞ്ജിക്കപ്പെടുന്നത് എപ്പോഴാണ്? BJPയെ പ്രതിഷ്ഠാനത്ത് നിർത്താൻ കിട്ടുന്ന അവസരത്തിൽ മാത്രമാണ് മൗനം ഭഞ്ജിക്കപ്പെടുന്നത്. അല്ല, കോൺഗ്രസ് കാലത്താണ് കുറ്റം നടന്നതെങ്കിൽ, CPM കാലത്താണ് കുറ്റം നടന്നതെങ്കിൽ മഹാമൗനമാണ് ഹാഷ്മി. ആ മഹാമൗനത്തെ ഞങ്ങളും ഭയപ്പെടുന്നു. അതുകൊണ്ട് അന്വേഷിക്കട്ടെ. തുറന്ന പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കെതിരെ വേണമെങ്കിലും അന്വേഷിക്കാം. അശോകയോ പ്രതിപക്ഷ നേതാവല്ലേ, ഭരണപക്ഷ നേതാവല്ലല്ലോ. ഭരണപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം നടത്തട്ടെ. ആ നട്ടല് കാണിക്കട്ടെ, വാഴപ്പിണ്ടി അല്ലാന്ന് കാണിക്കട്ടെ. അത് കാണിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു അടിസ്ഥാനമില്ലാത്ത കള്ളം, ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിൽ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനും അവിടെ വർഗീയ കലാപം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ദുഷ്ടത കൊണ്ടൊന്ന് സംശയിക്കത്തക്ക രീതിയിൽ മറ്റൊരു മതസ്ഥനാണ് ഇത് മൊത്തത്തിന്റെ കാരണം എന്നൊക്കെ പറയുന്നതിനോട് ദുഷ്ടലക്ഷ്യം അന്വേഷിക്കണ്ടേ? എന്താണ് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ BJPയുടെ പ്രതിപക്ഷ നേതാവിന് ഇത്ര ഹാലടക്കം എന്ന് അന്വേഷിക്കണ്ടേ? ജയസൂര്യൻ അന്വേഷിക്കണം, ധൈര്യമായിട്ട് അന്വേഷിക്കണം. ഓക്കെ, അന്വേഷണം അടക്കം ഉണ്ടാവട്ടെ. ശ്രീ വിനോദ് മേക്കോത്ത്, അവിടെ ഈ ആക്ഷൻ കൗൺസിൽ, അതിനു മുമ്പ് ഉണ്ടായിരുന്ന ആക്ഷൻ കൗൺസിൽ സൗജന്യ കൊലപാതകത്തിലുണ്ടായ പ്രതിഷേധങ്ങൾക്കപ്പുറം ഈ ജയസൂര്യ പറയും പോലെയും ശ്രീ മിഥുൻ വിജയകുമാർ പറയും പോലെയും അവിടെ ഏതെങ്കിലും തരത്തിൽ ഹൈന്ദവ സംഘടനകളോ അവിടുത്തെ പ്രതിപക്ഷമോ ഏതെങ്കിലും വ്യവസ്ഥാപിത സംഘടനകളോ ഇതുവരെ ഒരു SIT വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഇതുവരെ ധർമ്മസ്ഥലയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ടോ ഏതെങ്കിലും ഒരു സംഘടന? ശ്രീ വിനോദ് മേക്കോത്ത്. അങ്ങനെ ഒരു സംഭവം എൻ്റെ അറിവിലില്ല. ഞാൻ ഈ വിഷയം ബ്രേക്ക് ചെയ്തതിന് ശേഷം, അതായത് ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ആവശ്യം അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടന BJPയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ ഏതെങ്കിലും ഒന്ന് ഇതിൻ്റെ ആവശ്യത്തിലേക്ക് രംഗത്ത് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതേസമയം ഇതിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് നടന്നു വരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ രംഗത്ത് വന്നിട്ടില്ല. ഇത്തരത്തിലൊരു ഗൂഢാലോചന ഫോം ചെയ്യുകയും ഈ ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള, ദൈവത്തെ അപകീർത്തിപ്പെടുത്താനുള്ള, ഹിന്ദു ദൈവത്തെ അപകീർത്തിപ്പെടുത്താനുള്ള, അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു മുസ്ലിമിൻ്റെ ഗൂഢാലോചനയാണ് എന്നൊക്കെ തരത്തിലുള്ളൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിലായിരുന്നു അവർ ഇത്രയും കാലം ഗവേഷണം നടത്തിയിരുന്നത്. ഇതെങ്ങനെ ഈ തരത്തിൽ പാളം തെറ്റിക്കാം എന്നതാണ് അവർ ഗവേഷണം നടത്തിയ വിഷയം. SITയെ സംബന്ധിച്ച് വളരെ കൃത്യമായി അവിടുത്തെ ആക്ഷൻ കൗൺസിൽ ആവശ്യം ഉന്നയിച്ചത് ഒരു SIT രൂപീകരിക്കണം എന്നുള്ളതാണ്. ആ SIT രൂപീകരിച്ച് അവരാഗ്രഹിച്ച ഒരു ഉദ്യോഗസ്ഥനെ, പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇപ്പം ഡെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലേക്ക് പോകാനുള്ള ഉത്തരവ് എങ്ങനെയാണ് പെട്ടെന്ന് വന്ന് ഇറങ്ങിയത് എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഒരു തവണ നിരാകരിക്കപ്പെട്ടതാണ്, ഇത്തവണ അത് പെട്ടെന്നാവുന്നുണ്ട്. അപ്പോൾ ഈ അവിടുത്തെ DGP പ്രണബ് മൊഹന്തി SITയുടെ മേധാവിയുടെ ട്രാക്ക് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് അത് പാളം തെറ്റിക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ നടക്കുന്നത്. ശ്രീരാമസേന വന്ന് പറഞ്ഞു ഇത്തരത്തിൽ അന്വേഷണം ഈ പറയുന്ന ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ളതാണെന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരുടെ പാത കറക്റ്റാണ്, ഇവരുടെ ദൃഷ്ടി പതിയുന്നത് കൃത്യമായ സ്ഥലത്താണ്, ഇവർ തൊടുന്നത് കൃത്യമായ പോയിന്റിലാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഡേ 1 ഈ പറയുന്ന തരത്തിൽ ആ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് BJPയുടെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവർക്ക് എങ്ങനെയാണ് മറിച്ച് പറയാൻ കഴിയുക? ഇവർ പത്മഭൂഷൺ കൊടുത്തവർ, ഇവർ പത്മവിഭൂഷൺ കൊടുത്തവർ, ഇന്ത്യയുടെ ഉയർന്ന ഉപരിസഭയായ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തവർ, അങ്ങനെയുള്ളവർ അധികാരത്തിലിരിക്കുന്ന അവരുടെ ഈ പറയുന്ന ദണ്ടിന് കീഴിൽ അവിടെ ഭരണം നടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരമൊരു സംഗതി നടന്നിട്ട് ഇതുപോലൊരു വെളിപ്പെടുത്തൽ വന്നിട്ട് അതിനെ സംബന്ധിച്ച് മറിച്ചു പറയാൻ BJPയുടെ ഏതെങ്കിലും നേതാവിന് നാവ് പൊങ്ങുമോ? പൊങ്ങില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കഥ പറയുക എന്നല്ലാതെ 1% പോലും ഒരാൾ പോലും
ഇത്തരത്തിലൊരു അന്വേഷണം നല്ല നിലയിൽ കൊണ്ടുപോകണം എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രവാർത്ത BJP-യുടെ പ്രതിനിധിക്ക് ഇവിടെ ഹാജരാക്കാൻ കഴിയുമോ നോക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്തത് നടന്നിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരുപക്ഷെ ഉണ്ടാകാം, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കർണാടകയിൽ ഇത്തരത്തിൽ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വീരേന്ദ്ര ഹെഗ്ഡെയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗാഗ് ഉത്തരവിറക്കിയത്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഭരണ സംവിധാനങ്ങളും നിയമ സംവിധാനവും ഉൾപ്പെടെ പണിയെടുത്തു നമ്മൾ മനസ്സിലാക്കണം. ഒരു വാർത്തയും കർണാടകയിലില്ല. മെയിൻ സ്ട്രീം മീഡിയ മിണ്ടുന്നില്ല. അവിടെ ഇത്തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ട യൂട്യൂബേഴ്സിനെ, അതുപോലെ തന്നെ കണ്ടന്റ് റൈറ്റേഴ്സിനെ എല്ലാറ്റിനെയും ബാൻ ചെയ്തു. അവരെ എല്ലാവരെയും അവരുടെ എല്ലാ സംഗതികളും എടുത്തു കളയുന്ന നിലപാടിലേക്ക് പോയി. ഇതിനൊക്കെ എതിരെ ആരെങ്കിലും സംസാരിച്ച് കാണുന്നുണ്ടോ? പിന്നെ ഏത് BJP നേതാവാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ അന്വേഷണം വേണമെന്ന്? അന്വേഷണം SITയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് അവിടുത്തെ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് പറയുന്ന ആക്ഷൻ കമ്മിറ്റിയാണ്. അവർ ദീർഘനാളായി പോരാടിക്കൊണ്ടിരിക്കുന്നു. 2012 മുതൽ പോരാട്ടത്തിന്റെ പാതയിലാണ്. കൃത്യമായിട്ടുള്ള ഒരു നിയമ സംവിധാനം, അഭിഭാഷക സമൂഹം അതിന്റെ പിറകിലുണ്ട്. ഈ ഗാഗ് ഉത്തരവിനെതിരായി 1000-ഓളം അഭിഭാഷകർ രംഗത്തിറങ്ങേണ്ടി വന്നു. ഒരു പ്രതിപക്ഷ കക്ഷിയും മിണ്ടിയിട്ടില്ല. മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടുന്ന വാർത്തകൾ പുറത്തു വരുന്നത് തടയുന്ന നടപടിക്കെതിരായി ഒരു പ്രതിപക്ഷവും അവിടെ സംസാരിച്ചില്ല. ഇവിടെ ഭരണകൂടം എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നു, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ SITയിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ SIT ഭാഗ്യവശാൽ അല്ലെങ്കിൽ എന്തായാലും ആ SIT രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ കൃത്യമായി പോകുന്നു. ശരി വിനോദ്, ഞാൻ കഴിഞ്ഞ തവണ താങ്കൾ ആ പ്രതീക്ഷ തുടങ്ങിയപ്പോൾ സത്യമായും എനിക്കത് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതിയിരുന്നത് SIT ഒക്കെ പ്രഹസനമാണെന്നാണ്. പക്ഷേ ഇന്നത് മനസ്സിലാവുന്നു SIT പ്രഹസനമല്ല. മോഹന്തി എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറച്ച് ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥനാണെന്നും ഭയക്കാത്ത ഉദ്യോഗസ്ഥനാണെന്നും വഴിപ്പെടാത്ത ഉദ്യോഗസ്ഥനാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നു. താങ്കളുടെ ആ പ്രതീക്ഷ അതിപ്പോൾ എൻ്റെയും പ്രതീക്ഷയാണ്. ഞാൻ എത്താം ശ്രീ വിനോദ് മേഘോൻ. ശ്രീ മിഥുൻ വിജയകുമാർ, അവിടെ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ പ്രതിപക്ഷമായ BJP-യോ അവിടുത്തെ ഭരണപക്ഷമായ കോൺഗ്രസോ അവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ സംഘടന ഇന്നേ വരെ അവിടെ ഈ ധർമ്മസ്ഥലയിലെ ഈ ദുരൂഹതകളിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട പരസ്യമായ ഒരു പ്രതികരണം നമുക്ക് കാണാനില്ല, കേൾക്കാനില്ല. അവിടുത്തെ മാധ്യമങ്ങളിൽ അതൊരു വാർത്തയല്ല, ചർച്ചയല്ല. ഇപ്പോൾ ഓർത്തു നോക്കൂ, കേരളത്തിലൊരിടത്താണെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ മൊത്തം പറഞ്ഞിറങ്ങല്ലേ? ഒരു ദേശീയ മാധ്യമങ്ങൾ വാർത്തയായിട്ടില്ല. ശ്രീ മിഥുൻ വിജയകുമാർ, ഇന്നിപ്പോൾ ശശികല എന്ന് പറയുന്ന അധ്യാപിക എന്ന് പറയപ്പെടുന്നവർ പറയുകയാണ് ഈ പറഞ്ഞ കന്യാസ്ത്രീകളുടെ പാവങ്ങളുടെ മാവോബന്ധം അന്വേഷിക്കണമെന്ന് പറയുകയാണ്. ആ പറഞ്ഞ കൂട്ടത്തിൽ പേരിനെങ്കിലും ഇതൊന്ന് അന്വേഷിക്കുക എന്ന് പതുക്കെ 2 വാക്ക് പറയാൻ എന്താ മടി എന്താണെന്ന് ഇവർക്കൊക്കെ? മിഥുൻ വിജയകുമാർ, ലക്ഷ്മിക്ക് എന്തുകൊണ്ടാണ് ശശികല ടീച്ചറുടെ വാക്കുകൾക്ക് ഇത്ര പ്രാധാന്യം എന്നറിയില്ല. കാരണം ശശികല ടീച്ചർ പറഞ്ഞാൽ മാത്രമേ ഇതിൽ ഹിന്ദു സമൂഹത്തിന് എന്തെങ്കിലും ഒരു നിലപാടുള്ളൂ. വേണ്ട VSP പറഞ്ഞാൽ മതി, വേണ്ട ബജരംഗ് ദൾ പറഞ്ഞാൽ മതി, ശ്രീരാമസേന പറഞ്ഞാൽ മതി, ഇവിടുത്തെ BJP തന്നെ പറഞ്ഞാൽ മതി, RSS പറഞ്ഞാൽ മതി. ആരെങ്കിലും പറഞ്ഞു കേട്ടോ ഇതിനു മുമ്പ്? കർണാടകത്തിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആരാ പറഞ്ഞേ? ഒറ്റ പ്രതികരണം പറയാവോ ശ്രീ മിഥുൻ വിജയകുമാർ? നടപടി വേണമെന്നും താങ്കൾ തന്നെ സൂചിപ്പിച്ച പേരുണ്ടല്ലോ, പ്രതിപക്ഷ നേതാവ്, BJP-യുടെ പല നേതാക്കളും പറയുന്നുണ്ടല്ലോ. അല്ല, പ്രതിപക്ഷം എന്താ പറഞ്ഞത്? പ്രതിപക്ഷം കേരളത്തിലെ ഗൂഢാലോചനയാണോ പറഞ്ഞത്? അത് താങ്കൾ വായിച്ച അതിലെ ഒരു ഐസൊലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതിൽ വേണമെങ്കിൽ താങ്കൾ കേസ് കൊടുത്തോളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞ പറയുമ്പോൾ കൂടി കേസ് കൊടുക്കാൻ പറയാനാണോ എന്നെ മറുപടി? പ്രതിപക്ഷം പറഞ്ഞത് എന്താ? ഇവിടെ കേരളത്തിലുണ്ടായ ഗൂഢാലോചന എന്നാ പരാതി കൊടുത്തത് ഒരു മുസ്ലിം ആണെന്നാണ് പറഞ്ഞത്. വർഗീയ കലാപത്തിൽ കോപ്പുണ്ടാക്കായിരുന്നു അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. പൂർണ്ണമായ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വാചകം അടർത്തിയെടുത്ത് താങ്കൾക്ക് അത് ന്യൂസ് ആക്കാൻ താല്പര്യമുണ്ട്. അത് താങ്കളുടെ ഇഷ്ടം, അത് താങ്കൾ ചെയ്തോളൂ. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മരിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അവരുടെ വേദനയാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം. ഇവിടെ രാഷ്ട്രീയമോ മതമോ ഇതൊന്നല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടെ നടന്ന ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലർ ആണ്. ഒരു സിസ്റ്റം പ്രൊട്ടക്റ്റഡ് ജനറേഷണൽ ക്രൈം നെറ്റ്വർക്ക് അവിടെ ഉണ്ട് എന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ഏതൊക്കെ രക്ഷാസമിതി വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ കന്നഡിക രക്ഷാവേദിക എന്നൊക്കെ പറയുന്നുള്ള ഫോറംസ്, ഹിന്ദു സപ്പോർട്ടിംഗ് ഫോറംസ് ആണ് ഇതൊക്കെ. അവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ എല്ലാവരും തന്നെ പറയുന്നത് ഇതിലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം, ഇതിൽ എന്ത് തന്നെയാണെങ്കിലും ജസ്റ്റിസ് നടത്തണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതുകൊണ്ട് ധർമാധികാരിക്ക് നേരെ ഒരു ക്യാമ്പയിൻ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു സെന്റിമെന്റ് വളരെയധികം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഈ ഒരു ഇൻജങ്ഷൻ ഓർഡറിന്റെ ഒരു പക്ഷേ ഉദ്ദേശം. പക്ഷേ താങ്കൾ ഇതിന്റെ ഒരു ഇഷ്യൂലേക്ക് പോവുകയാണെങ്കിൽ ഏതാണ് മനുഷ്യ സാധ്യമല്ലാത്ത 8800 ചില്ലുവാനം URL നീക്കം ചെയ്യണം എന്ന കോടതിയുടെ ഇഞ്ചക്ഷൻ ഉത്തരവാണോ താങ്കൾ പറയുന്ന മിസ്ഇൻഫർമേഷൻ പടരാതിരിക്കാനും ധർമാധികാരിക്കെതിരെ എന്തോ പറഞ്ഞാൽ നാടിലെന്തോ സംഭവിക്കുമെന്നുള്ള അത്ര നിഷ്കളങ്കമാണെന്ന് താങ്കൾ കരുതുന്നുണ്ട് മിഥുൻ വിജയകുമാർ? അല്ല, കുറെ യൂട്യൂബേഴ്സിന്റെ അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ മറ്റു രീതിയിലുള്ള നരേഷൻ അതൊക്കെ ഇതിനെ ബാധിച്ചേക്കാം. അവിടുത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇതിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസി സമൂഹമുണ്ട്. അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സെന്റിമെന്റിനെ അത് തകർക്കുകയും അല്ലെങ്കിൽ അതിലൂടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുകയും ചെയ്യരുത് എന്നൊരു ഉദ്ദേശം കൂടി അതിന്റെ പിറകിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഭരിക്കുന്ന കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. പിന്നെ ഈ പറയുന്ന കോൺഗ്രസ് സർക്കാരൊന്നുമല്ല, അവിടുത്തെ കോടതിയിലേക്ക് പോയി താങ്കൾ ഈ പറഞ്ഞ കൂട്ടർ കോടതിയിലേക്ക് പോയി വാമൂട്ടി കെട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി മിണ്ടാതെ കൊടുത്തു.
ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ അല്ലല്ല അത് കോടതിയിൽ നിന്ന് വന്ന ഉത്തരവാണ്. കോടതിയിൽ ഉത്തരവാണ്. അല്ലല്ല, കോടതിയിൽ നിന്ന് ഉത്തരവാണ്. സാധാരണഗതിയിൽ ഇത്തരക്കാർക്ക് ഇത്തരം യൂട്യൂബർമാരെ വിളിച്ച് കേൾക്കാറുണ്ട്. ഒന്നും കേട്ടില്ല, പെട്ടെന്ന് തന്നെ അക്കമിട്ട് 1, 2, 3, 4, 5, 8,000 ക്യൂആർ നിരത്തിയൊക്കെ എടുത്ത് കളയാനുള്ളത്. ഇതൊക്കെ വിചിത്രമല്ലേ ശ്രീമതി വിജയൻ? ഹാഷ്മി, അതൊരു എക്സ്പാർട്ടി ഇഞ്ചക്ഷൻ ഓർഡർ ആണ്. അതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടായിരുന്നെങ്കിൽ സർക്കാർ അതിൽ കക്ഷി ചേരണമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ നടന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് എത്രയോ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള വിഷയമാണ്. അവിടെ ഒരു ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ഉള്ള ഒരു സ്ഥലമാക്കി അതിനെ മാറ്റുകയായിരുന്നു. അവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ഈ ബെത്ലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് എത്രയോ കാലം അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ധർമ്മസ്ഥലയിൽ ഒരു സ്റ്റേഷൻ പോലും ഉള്ളത്. അപ്പൊ ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രോപ്പർ ലോ എൻഫോഴ്സ്മെന്റ് സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല എത്രയോ കാലങ്ങളായിട്ട്. അപ്പൊ ഇതിൽ ആരെയാ താങ്കൾ പഴിചാരുക? BJP ആണോ, കോൺഗ്രസിനെയാണോ? അപ്പൊ ഇതൊരു സിസ്റ്റമിക് ഫെയിലിയർ അല്ലേ? എത്രയോ കാലങ്ങളായിട്ടുള്ള ഒരു ഫെയിലിയർ അല്ലേ? മാത്രമല്ല, ഞാനിവിടെ എന്റെ ബാംഗ്ലൂരിലുള്ള ചില ജേർണലിസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ വഴി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് പോലും നടക്കുന്നില്ല എന്നാണ്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു, ഇത്രയും ഫണ്ട്സ് വരുന്നു. അപ്പം ഇവിടെയൊക്കെ റെഡ് ഫ്ലാഗ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല, സൗജന്യയുടെ കേസ്, അനന്യയുടെ കേസ്, പത്മലതയുടെ കേസ്, ഇതെല്ലാം റെഡ് ഫ്ലാഗ്സ് ആയിട്ട് പോലും അതിലൊരു പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പോലീസിനോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫെയിലിയർ. അതായിരിക്കണം ഒരു പക്ഷേ നമ്മൾ എത്രത്തോളം ശക്തരാണ് അതിന്റെ മേലാളന്മാർ എന്നതാണ് അതൊക്കെയും ചൂണ്ടിക്കാണുന്നത്. അതൊക്കെ ഇനിയും ഈ കുഴിച്ചെടുക്കപ്പെടുന്ന അസ്ഥികൂടങ്ങൾ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഇവിടെ ഉണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഒരു പക്ഷേ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അജ്മീർ സെക്സ് സ്കാൻഡലാണ്. കാരണം ഒരു കൂട്ടം ജേർണലിസ്റ്റ് 1992 ഈ ഒരു കേസ് പുറത്തു വിട്ടപ്പോഴായിരുന്നു അജ്മീർ സെക്സ് സ്കാൻഡൽ പുറത്തേക്ക് വന്നത്. അന്ന് മൾട്ടിപ്പിൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യപ്പെട്ടു. ഒരു 18ഓളം ആളുകളുടെ പേരിൽ കേസുകൾ ഫയൽ ചെയ്തു. അതൊക്കെ ഈ പറയുന്ന പോലെ അജ്മീർ ഷെരീഫ് ദർഗയുടെ കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ അതിന് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഈ വിഷയത്തിലുണ്ടോ എന്ന് കൂടിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇവരൊക്കെ അധികാര സ്ഥാനങ്ങൾ, അജ്മീർ പോലല്ലോ, ഇവരൊക്കെ അധികാര സ്ഥാനങ്ങൾ ഇരിക്കുന്നവരാണ്. ഇവരൊക്കെ എംപിമാരൊക്കെയാണ്, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത എംപിമാരൊക്കെയാണ് ആരോപണ വിധേയർ. നമുക്കറിയില്ല അവരിലേക്ക് അന്വേഷണം നീളുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം. കുടുംബം എന്ന് പറയുന്നത് അജ്മീർ ദർഗയിലെ കസ്റ്റോഡിയൻസ് ആണ്. അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ അത്തരത്തിലുള്ള കസ്റ്റോഡിയൻസ് അല്ല, ഇവിടെ അധികാരവുമായി നേർക്കുനേർ ബന്ധമുള്ളവരാണ്. കോൺഗ്രസിനും BJPക്കും ഒക്കെ വേണ്ടപ്പെട്ടവരാണെന്നാണ് പറയപ്പെടുന്നത്. ഈ പറഞ്ഞ രാജ്യത്തിന്റെ പദവികളൊക്കെ കൊടുത്തവരാണ്. രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത MP അടക്കമുള്ള അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അധികാര സ്ഥാനം നേർക്കുന്നവരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ നമ്മുടെ സ്വപ്നമാണെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ആ വ്യവഹാര വഴി ഇന്ന് ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അത് ശുചീകരണ തൊഴിലാളി പറഞ്ഞത് അത്രയും കള്ളമല്ല എന്ന് തെളിയിക്കപ്പെട്ടൊരു ദിവസമാണ്. വരും ദിവസങ്ങൾ കൂടുതൽ സ്പോട്ടുകളിലേക്ക് പരിശോധന പോകുന്നു. വരാൻ പോകുന്ന സ്പോട്ടുകൾ കൂടുതൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമടക്കം കൂടുതൽ മൃതശരീരങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലമാണ്. ആ അന്വേഷണങ്ങൾ, ആ പരിശോധനകൾ നിർണായകമാണ്. കാത്തിരുന്ന് കാണാം ധർമ്മസ്ഥലയിലെ അധർമ്മ വാഴ്ചകൾ വെളിപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്, നമസ്കാരം.